Praise the Lord. Praise the Lord. Hallelujah. 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 ഷാലോം ഫെലോഷിപ്പ് നൈറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരുമിച്ച് ഈ രാത്രിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഷാലോമിനെ സ്നേഹിക്കുന്നവരും വായനക്കാരും പ്രേക്ഷകരും റോസറി ഫെലോഷിപ്പ് അംഗങ്ങളും സഹായിക്കുന്നവരും എല്ലാം ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മനോഹരമായ ഒരു സായാഹ്നമാണിത്. എല്ലാവരോടും ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ വേദനകളും നമ്മുടെ ആവശ്യങ്ങളും നിയോഗങ്ങളുമെല്ലാം ഈ രാത്രിയിൽ സർവശക്തനായ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ ഒരുമിച്ച് ഉയർത്തുകയാണ്. നമ്മോട് ഒരുമിച്ച് ഈ രാത്രിയിൽ അനേക മക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്കും അവരോട് ചേരാം, ഈ കൂട്ടായ്മയോട് ചേരാം. ഈശോയുടെ വചനം പറയുകയാം, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ലല്ലോ, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ലല്ലോ. പ്രിയപ്പെട്ടവരെ ഓർക്കുക, ഈ രാത്രി നമ്മെ സംബന്ധിച്ച്, നമ്മുടെ കുടുംബത്തെ സംബന്ധിച്ച് ഒരു അനുഗ്രഹത്തിൻ്റെ രാത്രിയാണ്, ഒരു അനുഗ്രഹത്തിൻ്റെ ദിനമാണ്. ഒരുപക്ഷെ ഇന്ന് വരെ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥന കേട്ടില്ലല്ലോ എന്നുള്ള വലിയൊരു വേദന നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കും. ഒത്തിരി നിയോഗങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കും. എല്ലാം നമുക്ക് ഒരുമിച്ച് ഈശോയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം, സമർപ്പിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാപേക്ഷകളൊക്കെ ഷാലോമിലേക്ക് അറിയിക്കുക. നിങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജുകൾ അയച്ചിപ്പോൾ പ്രാർത്ഥന ചോദിക്കാവുന്നതാണ്. നമുക്ക് ഒരുമിച്ച് ഷാലോം പ്രെയർ ടീമിനോട് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ സന്നിധിയിലേക്ക് എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച്, കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ, അവിടുന്ന് ഈ രാത്രിയെ ഞങ്ങളോട് സംസാരിക്കണമേ. തുടർന്ന് വരുന്ന എല്ലാ ശുശ്രൂഷകളിലൂടെയും ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിക്കുമ്പോൾ, ദൈവസന്നിധി നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ വലിയ ശക്തി കൊണ്ട് നമ്മൾ നിറയും. അവിടുത്തെ കൃപ കൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ നിറയും. നമ്മുടെ കുടുംബത്തിലേക്ക് ഇന്ന് രക്ഷകനായിട്ട് ഈശോ കടന്നു വരും. ഒരു നിമിഷം നമ്മുടെ കരങ്ങളൊന്ന് ദൈവസന്നിധിയിലേക്ക് ഉയർത്തി എല്ലാ നിയോഗങ്ങളെയും ഒരുമിച്ച് സമർപ്പിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് സമർപ്പിക്കാം. കർത്താവ് വീഴുന്നവരെ താങ്ങുന്നവരാണ്. അവിടുന്ന് നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നവനാണ്. വിശ്വാസത്തോടെ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ ഉയർത്തുമ്പോൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം കർത്താവ് പ്രവർത്തിക്കും. അവിടുന്ന് ഒരിക്കലും നമ്മളെ വെറും കൈയോടെ പറഞ്ഞയക്കുകയില്ല. വിശ്വാസത്തോടെ കണ്ണുകൾ അടച്ച് കരങ്ങളൊന്ന് ദൈവസന്നിധിയിലേക്ക് ഉയർത്തി എല്ലാ നിയോഗങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയെ നമുക്കൊന്ന് ആരാധിക്കാം, ഒരുമിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. ഈശോയെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഈശോയെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചേർന്ന് ആരാധിക്കാം, ചേർന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രിയിൽ നമ്മോടൊപ്പം പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ചേർന്ന് നമ്മുടെ ആവശ്യങ്ങളെയും നിയോഗങ്ങളെയും ഉയർത്തി നമുക്ക് ഈശോയെ ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വലിയ പ്രത്യാശ കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ കർത്താവ് നിറയ്ക്കട്ടെ. വലിയ ദൈവസ്നേഹം നൽകി കർത്താവ് നമ്മെ നയിക്കട്ടെ. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. രക്ഷകനായി, നാഥനായി, കർത്താവായി അവിടുന്ന് നമ്മുടെ ജീവിതങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക് കടന്നു വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. സൗഖ്യദായകൻ എന്നേശു അടിപ്പിണരാൽ സൗഖ്യം നൽകി. സൗഖ്യദായകൻ എന്നേശു അടിപ്പിണരാൽ സൗഖ്യം നൽകി. ആശ്രയം നീ എൻ്റെ നാഥാ, എത്ര മാധുര്യം ജീവിതത്തിൽ. ആശ്രയം നീ എൻ്റെ നാഥാ, എത്ര മാധുര്യം ജീവിതത്തിൽ. യോഗ്യൻ നീ യേശുവേ,
ദൈവക്കുഞ്ഞാടേ നീയൂകിൻ, ദൈവക്കുഞ്ഞാടേ നീയൂകിൻ, ദൈവക്കുഞ്ഞാടേ നീയൂകിൻ. എൻ്റെ ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഏബ്രഹാം ലിങ്കൺ, ഈ പേര് കേൾക്കാത്തവർ വളരെ വിരളമാണ്. അമേരിക്കയെ ഭരിച്ച അനേക പ്രസിഡൻറ്റുമാരുണ്ട്. പക്ഷേ അവരിൽ മിക്കവരും കാലത്തിൻ്റെ ഉരുൾപൊട്ടലിൽ മണ്ണിനടിയിലായി വിസ്മൃതിയിൽ ആണ്ടുപോയി. പക്ഷേ അമേരിക്കയുടെ ചരിത്രത്തിൽ തങ്ക ലിപികളാൽ എഴുതപ്പെട്ട ഒരു പേരാണ് ഏബ്രഹാം ലിങ്കൻ്റേത്. അതിന് പല കാരണങ്ങളുണ്ട്. അമേരിക്കയുടെ ചരിത്രത്തെ മാറ്റിമറിച്ച സുപ്രധാനമായ ഒരു തീരുമാനം അദ്ദേഹം എടുത്തു. അമേരിക്കയിൽ ഒരു തീരാകളങ്കമായിരുന്ന അടിമക്കച്ചവടം നിർത്തലാക്കി കറുത്ത വർഗക്കാർക്ക് അദ്ദേഹം വെള്ളക്കാരെ പോലെ ആത്മാഭിമാനത്തോടെ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകി. എന്നാൽ അത് മാത്രമല്ല, അദ്ദേഹം വ്യക്തിപരമായ ജീവിതത്തിൽ യേശുക്രിസ്തു ലോകത്തിന് നൽകിയ മനോഹരമായ സന്ദേശങ്ങൾ പ്രാവർത്തികമാക്കിയ ഒരു വ്യക്തിയായിരുന്നു. മറ്റേത് ആത്മീയ ശുശ്രൂഷകനെ പോലെയും ഒരുപക്ഷെ അതിലധികമായും അദ്ദേഹം വളരെ വിശുദ്ധമായ മാതൃകാപരമായ ഒരു ജീവിതമാണ് നയിച്ചത്. അതുകൊണ്ട് തന്നെ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന മനുഷ്യർക്ക് ദൈവം നൽകുന്ന ഒരു വലിയ സമ്മാനമുണ്ട്. ദൈവത്തെ പോലെ അനശ്വരരായി മാറുക എന്നുള്ളതാണ്. ഏബ്രഹാം ലിങ്കൺ ഇന്ന് മനുഷ്യഹൃദയങ്ങളിൽ അനശ്വരനായി ജീവിക്കുന്നുണ്ട്. ലിങ്കൻ്റെ ഈ ജീവിതം നമുക്ക് വലിയൊരു പാഠം നൽകുന്നുണ്ട്. നമ്മുടെ ഈ ലോക ജീവിതം വളരെ ഹ്രസ്വമാണ്, കടന്നു പോകുന്നതാണ്. പക്ഷേ ഈ ലോകത്തിൽ നമ്മൾ ദൈവത്തിന് പ്രീതികരമായ ഒരു ജീവിതം നയിക്കുകയാണെങ്കിൽ, ദൈവസ്നേഹത്തെ പ്രതി നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ഈ ലോകത്തിൽ തന്നെ നമ്മുടെ നാമം, നമ്മുടെ ജീവിതം അനശ്വരമായി മാറും. പിൻതലമുറകൾ അഭിമാനത്തോടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണും. പ്രൈസ് ദി ലോർഡ്. ഏബ്രഹാം ലിങ്കൻ്റെ ജീവിതത്തിൽ അദ്ദേഹം പ്രാവർത്തികമാക്കിയ ഒരു കാര്യമുണ്ട്. അത് നമുക്കെല്ലാവർക്കും സാധാരണ മനുഷ്യർക്ക് നിറവേറ്റുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. മറ്റുള്ളവരെ, പ്രത്യേകിച്ചും ശത്രുക്കളെ ഹൃദയം തുറന്ന് വ്യവസ്ഥയില്ലാതെ സ്നേഹിക്കുക എന്നുള്ളത്. വിമർശിക്കുന്നവരെ പൊതുവെ മനുഷ്യർക്ക് ഇഷ്ടമില്ല. കളിയാക്കുന്നവരെയും പരിഹസിക്കുന്നവരെയും മാറ്റി നിർത്താനാണ് നമ്മളെല്ലാവരും ശ്രമിക്കുന്നത്. അധികാരികളാണെങ്കിൽ വിമർശിക്കുന്നവരുടെ വായടയ്ക്കാനാണ് ശ്രദ്ധിക്കുന്നത്. പക്ഷേ ഇവിടെ ഏബ്രഹാം ലിങ്കൺ വളരെ വ്യത്യസ്തമായ ഒരു വഴിയാണ് വെട്ടിത്തുറന്നത്. അദ്ദേഹത്തെ നിരന്തരം വിമർശിച്ചിരുന്ന് പരിഹസിച്ചിരുന്ന, പൊതുസമൂഹത്തിൽ അപമാനിച്ചിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് എഡ്വിൻ സ്റ്റാൻഡൻ എന്നാണ്. ഏബ്രഹാം ലിങ്കൺ അമേരിക്കയുടെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹം എടുത്ത ഒരു സുപ്രധാനമായ തീരുമാനം ഈ എഡ്വിൻ സ്റ്റാൻഡനെ തൻ്റെ ക്യാബിനറ്റിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ അമേരിക്കയിൽ ഭരണകൂടത്തിലെ ആളുകളെ വിളിക്കുന്നത് മന്ത്രിമാരെന്നല്ല, സെക്രട്ടറിമാരെന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയായി ഏറ്റവും സുപ്രധാനമായൊരു വകുപ്പ് ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, സാമ്പത്തിക വിഭാഗം ഈ സ്റ്റാൻഡനെ ഏൽപ്പിച്ചു. അപ്പോൾ എല്ലാവരും വിചാരിച്ച് സ്റ്റാൻഡൻ ഇനി ഏബ്രഹാം ലിങ്കന് വിധേയപ്പെട്ട് അദ്ദേഹത്തെ ബഹുമാനിച്ച് വലിയ സ്നേഹത്തോടെ പെരുമാറും എന്നുള്ളതാണ്. പക്ഷേ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി അദ്ദേഹം പിന്നെയും
ലിങ്കനെ വിമർശിക്കുവാനും പരിഹസിക്കുവാനും പൊതുസമൂഹത്തിൽ അപമാനിക്കുവാനും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റ രീതി തുടരുകയാണ് ചെയ്തത്. ഈ പെരുമാറ്റം കണ്ടപ്പോൾ, മാറ്റമില്ലാത്ത സ്റ്റാൻഡൻ്റെ ഈ നിലപാട് കണ്ടപ്പോൾ ഏബ്രഹാം ലിങ്കനോട് മറ്റു എല്ലാവരും പറഞ്ഞു, നിങ്ങൾ ഇദ്ദേഹത്തെ ക്യാബിനറ്റിൽ നിന്ന് മാറ്റുവാൻ തീരുമാനിക്കുന്നതാണ് നല്ലത്. താങ്കളെ തന്നെ വിമർശിക്കുന്ന ഒരാളെ താങ്കളുടെ ഭരണകൂടത്തിൽ നിലനിർത്തുന്നത് ഒരു ബലഹീനതയാണ്, അത് താങ്കളുടെ ഭരണത്തെ ദുർബലമാക്കും എന്ന് ലിങ്കനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം തൻ്റെ നിലപാട് മാറ്റിയില്ല. ഞാൻ സ്റ്റാൻഡനെ തുടർന്നും എൻ്റെ സെക്രട്ടറിയായി നിലനിർത്തും എന്ന് ഉറച്ച തീരുമാനത്തിൽ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം അതിന് കാരണം പറഞ്ഞത് അദ്ദേഹത്തിന് തൻ്റെ ബാല്യകാലത്തിലുണ്ടായ ഒരു അനുഭവമാണ്. അദ്ദേഹം ഒരിക്കലൊരു ഗ്രാമം സന്ദർശിച്ചപ്പോൾ ആ ഗ്രാമത്തിൽ ഒരു വയോധികനായ എല്ലാവരും ആദരിക്കുന്ന ഒരു കൃഷിക്കാരൻ്റെ വീട്ടിൽ അദ്ദേഹം പോയി. കൃഷിക്കാരൻ ലിങ്കനെ സ്നേഹത്തോടെ സ്വീകരിച്ചിരുത്തി. അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ മുറ്റത്ത് ഒരു കുതിരയെ കെട്ടിയിരിക്കുന്നത് കണ്ടു. ലിങ്കൺ ഈ കുതിരയുടെ അടുത്ത് ചെന്നു. ഈ കുതിരയുടെ പുറത്ത് ഒരു ഈച്ച, അതിനെ ഹോഴ്സ് ഫ്ലൈ എന്നാണ് പറയുന്നത്, കുതിരയുടെ രക്തം ഊറ്റി കുടിച്ച് അസഹ്യമായ വേദന കുതിരയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു ഈച്ച, ഹോഴ്സ് ഫ്ലൈ. അപ്പോൾ ഈ കുതിരയുടെ ഈ വേദന കണ്ടപ്പോൾ ലിങ്കന് സഹതാപം തോന്നി. ഈ ഈച്ചയെ കൈകൊണ്ട് ആട്ടി ഓടിക്കുവാൻ ലിങ്കൺ ശ്രമിച്ചു. അപ്പോൾ ഈ വൃദ്ധനായ കൃഷിക്കാരൻ ലിങ്കനോട് പറഞ്ഞു, ഡോണ്ട് ഡു ദാറ്റ് ഫ്രണ്ട്, സുഹൃത്തെ, നീ അത് ചെയ്യരുത്. കാരണം ഈ ഹോഴ്സ് ഫ്ലൈ, ഈ ഈച്ചയാണ് ഈ കുതിരയ്ക്ക് മുന്നോട്ട് പോകുവാനുള്ള ശക്തി നൽകുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്ക് വലിയൊരു പാഠം നൽകുന്നുണ്ട്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ അനുഭവം ഇതാണ്. നമ്മളെ വേദനിപ്പിക്കുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന അനേകം ഈച്ചകളുണ്ട്. ആ ഈച്ചകളങ്ങ് മാറിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. എത്ര സന്തോഷമായിരിക്കും നമ്മുടെ ജീവിതം. ഒരുപക്ഷേ അത് നമ്മുടെ ജീവിത പങ്കാളി തന്നെയാണ്, ഏറ്റവും അടുത്ത വ്യക്തി. നമ്മൾ ഒത്തിരി ആ വ്യക്തിയെ സ്നേഹിക്കുന്നു, സ്നേഹം നൽകുന്നു, സ്നേഹവാക്കുകൾ പറയുന്നു, നമ്മൾ ഹൃദയം തുറന്ന് വലിയ ആദരവോടെ പെരുമാറുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു. പക്ഷേ തിരിച്ച് നമുക്ക് വേദന മാത്രമാണ് നൽകുന്നത്. പരുക്കനായ പെരുമാറ്റം നമ്മളെ പലപ്പോഴും വേദനിപ്പിക്കുന്നു, വിഷമിപ്പിക്കുന്നു. നമുക്കിതൊരു അസഹ്യമായി തോന്നുകയാണ്. ഒരുപക്ഷെ നമ്മുടെ സഹപ്രവർത്തകരായിരിക്കാം ഈ ഹോഴ്സ് ഫ്ലൈ. അവരുടെ പെരുമാറ്റം എപ്പോഴും നമ്മളെ നിരന്തരമായി നമ്മുടെ ജോലിക്കിടയിൽ ഓഫീസിൽ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തി ഒന്ന് മാറിയിരുന്നെങ്കിൽ എൻ്റെ ജീവിതം എത്ര സുഖകരമായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകാം. ഒരുപക്ഷെ നമ്മുടെ അയൽപക്കത്തുള്ള വ്യക്തിയെ, തൊട്ട അയൽക്കാരനായിരിക്കാം, നിരന്തരമായി പല കാര്യങ്ങൾക്ക് പറഞ്ഞുകൊണ്ട് നമ്മളെ ബുദ്ധിമുട്ടുകയും അസ്വസ്ഥപ്പെടുത്തുകയും ചെയ്യുന്നു. ഇവരൊക്കെ മാറിയാൽ നമ്മുടെ ജീവിതം സന്തോഷകരമാകും എന്ന ഒരു ചിന്ത നമുക്കുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ ചിന്ത അതല്ല. ഇവർ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് ദൈവം അനുവദിച്ച, ദൈവം അയച്ച വ്യക്തികളാണ്. ഇവരുള്ളത് കൊണ്ടാണ് നമ്മൾ നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ കുറവുകൾ തിരിച്ചറിയുന്നത്. നമ്മൾ നിസ്സാരരാണെന്ന് തിരിച്ചറിയുവാൻ വേണ്ടി ദൈവം ഇങ്ങനെയുള്ള വ്യക്തികളെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ച് തരുന്നതാണ്. അങ്ങനെ നമ്മുടെ നിസ്സാരതയെ തിരിച്ചറിയുമ്പോഴാണ്, നമ്മൾ എളിമപ്പെടുമ്പോഴാണ്, നമ്മളൊന്നുമില്ലാത്ത മനുഷ്യരാണ് എന്ന ആ അവബോധം നമുക്കുണ്ടാകുമ്പോഴാണ് നമ്മൾ കൂടുതൽ ശക്തരായി മാറുന്നത്, നമ്മൾക്ക് കൂടുതൽ ബലം പ്രാപിക്കുവാൻ സാധിക്കുന്നത്. എങ്ങനെയാണത്? നമ്മൾ സർവശക്തനായ ദൈവത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തി കൂടുതൽ ശക്തിക്ക് വേണ്ടി, കൂടുതൽ അഭിഷേകത്തിന് വേണ്ടി, കൂടുതൽ സ്നേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആരംഭിക്കും. ഈ വ്യക്തികളില്ല എങ്കിൽ ഒരുപക്ഷെ നമ്മൾ അലസരായി മാറും, അത്രയും നമ്മൾ പ്രാർത്ഥിക്കുകയില്ല. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുവാൻ, ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുവാൻ, ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുവാൻ
നമ്മുടെ ബലഹീനതയെ തിരിച്ചറിയുവാനുള്ള വ്യക്തികളാണ് ഇവരെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ സീക്രറ്റാണ്, ആ രഹസ്യമാണ് മഹാനായ ഏബ്രഹാം ലിങ്കൺ തിരിച്ചറിഞ്ഞത്. പഴയ നിയമത്തിൽ മക്കബായരുടെ പുസ്തകത്തിൽ ഒരു ശ്രദ്ധേയമായ വാക്യമുണ്ട്. 2 മക്കബായർ 12:28. മക്കബായർ വളരെ പ്രബലരായ ശത്രുക്കളെ നേരിടാൻ പോവുകയാണ്. അവരുടെ കയ്യിൽ അന്നത്തെ കാലത്തുണ്ടായിരുന്ന വളരെ ശക്തമായ യന്ത്രോപകരണങ്ങളൊന്നുമില്ല. അവരുടെ കയ്യിൽ അവർക്കറിയാം, ഞങ്ങൾ നിസ്സാരരാണ്, ഞങ്ങൾക്കാരുമില്ല, ശക്തിയില്ലാത്തവരാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ആ തിരിച്ചറിവുണ്ടായപ്പോൾ സർവശക്തനായ ദൈവത്തിലേക്ക് അവർ പ്രത്യാശ ഉയർത്തി. 2 മക്കബായർ 12:28 പറയുന്നതാണ്, ശത്രുക്കളുടെ കോട്ടകളെ തകർക്കുവാൻ, ശത്രുക്കളെ നശിപ്പിക്കുവാൻ സാധിക്കുന്ന സർവശക്തനായ ദൈവത്തിലേക്ക് അവർ കണ്ണുകൾ ഉയർത്തി. അങ്ങനെ ദൈവത്തിലേക്ക് അവരുടെ ചിന്തകളെയും പ്രത്യാശയെയും ഉയർത്തിയപ്പോൾ ദൈവം അവരുടെ ജീവിതത്തിൽ അതിശയകരമായി ഇടപെടുകയാണ്. ഒരിക്കലും പരാജയപ്പെടുത്തുവാൻ അവർ സാധിക്കുകയില്ല എന്ന് വിചാരിച്ച ശത്രുക്കളെ തോൽപ്പിക്കുവാൻ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തി അവർക്ക് വെളിപ്പെടുകയാണ്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ബലഹീനതകളെ ഓർത്ത് നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിട്ടുള്ള നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന വ്യക്തികൾ, അവർ നമ്മളെ യഥാർത്ഥത്തിൽ അനുഗ്രഹിക്കുവാനായിട്ട് ദൈവം നൽകിയവരാണ് എന്നോർത്തുകൊണ്ട് അവരെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുവാൻ സാധിക്കുമ്പോൾ ദൈവം നമ്മളെ സ്നേഹത്തോടെ ഓർക്കും. ഏബ്രഹാം ലിങ്കണെ ഓർത്തതുപോലെ നിരന്തരമായി ലിങ്കൺ ഓർക്കപ്പെടുന്നത് പോലെ നമ്മളും വരും തലമുറകളിൽ ഓർക്കപ്പെടുവാനായിട്ട് ദൈവം അനുവദിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ്ലീഹ ഇങ്ങനെ പറയുന്നുണ്ട്, കൊറിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 2 കൊറിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു തിരുവചനം ആണിത്. പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്, ദൈവത്തിൻ്റെതാണ് സുപ്രീം പവർ എന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുവാൻ, ഞങ്ങളുടേതല്ല, പരമമായ ശക്തി ദൈവത്തിൻ്റെതാണെന്ന് വെളിപ്പെടേണ്ടതിന് ഈ നിധി മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം, ദൈവം നൽകിയിട്ടുള്ള ഈ ജീവിതം അമൂല്യമായ ജീവിതമാണ്. പക്ഷേ ഇത് മൺപാത്രത്തിലാണ്, ഞാൻ ബലഹീനനായ വ്യക്തിയാണ് എന്ന് തിരിച്ചറിയുവാൻ വേണ്ടി ദൈവം നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ വിപരീത സാഹചര്യങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ഒരുപക്ഷെ നമ്മുടെ വ്യക്തിത്വത്തിൽ തന്നെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടും മാറാത്ത ചില ബലഹീനതകളുണ്ട്. അത് ഒരിക്കലും ദൈവം എടുത്തു മാറ്റുന്നില്ല. ദൈവമേ എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചാൽ പോലും അത് ജീവിതകാലം മുഴുവനും നമ്മോടൊപ്പമുണ്ട്. പക്ഷേ നമ്മൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല, അസ്വസ്ഥപ്പെടേണ്ട ആവശ്യമില്ല. ആ ബലഹീനതകൾ നമ്മൾക്കൊരു അനുഗ്രഹമാണ്. ഇത് ദൈവത്തിൻ്റെ ശക്തിയാലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്, എൻ്റെ കഴിവുകൊണ്ടല്ല. ഞാൻ അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടി, ഞാൻ എൻ്റെ ശക്തിയിൽ ആശ്രയിക്കാതിരിക്കാൻ വേണ്ടി ദൈവത്തിലേക്ക് എല്ലാ നാളുകളിലും എൻ്റെ ചിന്തകൾ ഉയർത്തുവാൻ വേണ്ടി ദൈവം അനുവദിച്ചതാണ് എൻ്റെ ജീവിതത്തിലെ ബലഹീനതകളെ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ദൈവത്തിന് സ്തോത്രം പാടുമ്പോൾ അത് അനുഗ്രഹമായി മാറും. അതുകൊണ്ട് നമുക്ക് ഈ രാത്രിയിൽ നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഏബ്രഹാം ലിങ്കണെ പോലെ നമ്മളെ വേദനിപ്പിക്കുകയും പരിഹസിക്കുകയും മാറ്റി നിർത്തുകയും ചെയ്യുന്ന വ്യക്തികളെ ലോകം ചെയ്യുന്നത് പോലെ മാറ്റി നിർത്താതെ അവരെ ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ, യേശുവിൻ്റെ കണ്ണുകളിലൂടെ കണ്ടുകൊണ്ട് ചേർത്ത് നിർത്തുവാനും, അതേപോലെ തന്നെ നമ്മുടെ ബലഹീനതകളെ ഓർത്ത് അസ്വസ്ഥരാകാതെ, അതിനെ ഓർത്ത് വിഷമിക്കാതെ, അതിനെ ഓർത്ത് നിരാശപ്പെടാതെ ആ ബലഹീനതകളെ ദൈവകരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ പരമമായ ശക്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടി തുടർന്നുള്ള നാളുകളിൽ നമ്മുടെ ജീവിതകാലം മുഴുവനും ദൈവത്തിൽ ആശ്രയം വെച്ച് സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാം, മുന്നോട്ട് പോകാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മൾ ശ്രവിച്ചു. ജീവിതത്തിലുണ്ടാവുന്ന പ്രതിസന്ധികളിൽ നമ്മൾ തളർന്നു പോകാതെ
അതിൽ നിന്നൊക്കെ ശക്തി സംഭരിച്ച് ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് മുഖമുയർത്തി ഈശോയോട് ചേർന്ന് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ക്ഷണിക്കുക. 1 തെസ്സലോനിക്കരുടെ ലേഖനം 5:16 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം, ഇടപെടാതെ പ്രാർത്ഥിക്കണം, എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കണം. ഇതാണ് യേശു ക്രിസ്തുവിൽ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതമെന്ന് നമ്മെ സ്നേഹിക്കുന്ന നല്ല ദൈവം ഓർമ്മപ്പെടുത്തുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ നന്ദിയോടുകൂടി കർത്താവിൻ്റെ മുമ്പിലായിരിക്കാം. ദൈവം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളെയും നന്ദിയോടെ ഓർക്കാം. ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, വിപരീത ജീവിത അനുഭവങ്ങളും ഒത്തിരി വേദനയുടെ സാഹചര്യങ്ങളൊക്കെയുണ്ട്. എന്നാൽ ഈശോ സ്നേഹത്തോടെ നമ്മളോട് ആവശ്യപ്പെടുകയാണ്, നിന്റെ ഈ ജീവിത അനുഭവങ്ങളെ ഓർത്ത്, നിന്റെ കുടുംബത്തിൻ്റെ ഈ പ്രതിസന്ധി ഓർത്ത് ഈ രാത്രിയിൽ നിനക്ക് എന്നെ ഒന്ന് ആരാധിക്കാമോ? സന്തോഷത്തോടെ ഒന്ന് ആരാധിക്കാമോ? ദൈവകരങ്ങൾ എന്നിവയെല്ലാം ഏറ്റെടുത്ത് കരങ്ങളൊന്ന് യാചനാപൂർവം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് തുറന്നൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് നല്ല ദൈവത്തെ ഒന്ന് ആരാധിക്കാം. യേശുവേ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ ഞങ്ങളെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവ് എല്ലാ ജീവിത അനുഭവങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളെ വേദനിപ്പിക്കുന്നവരെ ഓർത്ത് ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് സങ്കടങ്ങൾക്ക് കാരണമായവരെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിത ഭാരങ്ങളെ ഉയർത്തി ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്ന ദൈവമേ. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി പറയുന്നു. എല്ലാ ആരാധനയും അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു ദൈവമേ. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. മൺപാത്രങ്ങളങ്ങേ ആരാധിക്കുന്നു. ബലഹീനരായി ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിൽ വേദനകളേറിടുമ്പോൾ, കഷ്ടനഷ്ടപീഡകളേറിടുമ്പോൾ, പീഡിതർക്കാരാജ്യം നൽകും സ്വർഗനാഥനെ നന്ദി ചൊല്ലി ആരാധിക്കാം. ജീവിതത്തിൽ വേദനകളേറിടുമ്പോൾ, കഷ്ടനഷ്ടപീഡകളേറിടുമ്പോൾ, പീഡിതർക്കാരാജ്യം നൽകും സ്വർഗനാഥനെ നന്ദി ചൊല്ലി ആരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, മലഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിശക്തിയോടാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, മലഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിശക്തിയോടാരാധിക്കാം. പ്രിയമുള്ളവരെ, ഈ സമയത്ത് പ്രകൃതി ദുരന്തങ്ങളിലൂടെ വേദനിക്കുന്ന ഒത്തിരി മക്കള് നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. പ്രത്യേകിച്ച് വയനാട്, വിലങ്ങാട് മേഖലകളിൽ, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംഭവിച്ച പ്രകൃതി ദുരന്തങ്ങളിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടതും ജീവിതത്തിൻ്റെ സകലതും നഷ്ടപ്പെട്ട് വലിയ വേദനയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അവരെല്ലാം നമുക്ക് സ്നേഹപൂർവ്വം ഈശോയുടെ കരങ്ങളിൽ ഒന്ന് സമർപ്പിക്കാം. പ്രിയമുള്ളവരെ, അവരാരും തളർന്നു പോകരുത്. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് ഹൃദയവേദയോടെ, ഹൃദയം മുറിയുന്ന കണ്ണീരോടെ ജീവിക്കുന്ന ജീവിതങ്ങൾക്ക് നിരാശയ്ക്ക് അടിമപ്പെട്ട് തളർന്നു പോകാതെ കർത്താവിലേക്ക് നോക്കി മുന്നേറാനുള്ള ശക്തി അവർക്ക് ലഭിക്കണം. ലാസറിന്റെ ശവകുടീരത്തിൽ കണ്ണുനീർ തൂകി കർത്താവ് തൻ്റെ മക്കളുടെ വേദനയിൽ ദുഃഖിക്കുന്നൊരു ദൈവം നമുക്കുണ്ട്. അവന്റെ സന്നിധിയിലേക്ക് നമുക്ക് അവരെ ഉയർത്താം. സർവ്വതും നഷ്ടപ്പെട്ട് വലിയ വേദനയിലും കണ്ണുനീരിലും കടന്നു പോകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല ദൈവമേ, അവരുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരണമേ കർത്താവേ. അവരെ തൊടണമേ ഈശോയെ, നീ അവരെ ശക്തിപ്പെടുത്തണമേ. ഈ ദുരന്തത്തെ അതിജീവിക്കാനുള്ള ആത്മീയ കരുത്തവർക്ക് പ്രദാനം ചെയ്യണമേ. സകന വേളയിൽ അടിപതറുവാൻ അവരെ അനുവദിക്കരുത് യേശുവേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ, 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 നീ അവിടത്തേക്ക് വരണമേ. അവരെ ശക്തിപ്പെടുത്തണമേ, ബലമേകണമേ.
ബലമേകണമേ, വഴി തുറക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, അവരെ സന്ദർശിക്കണമേ, യേശുവേ നന്ദി പറയുന്നു. കൂടെ ആയിരിക്കണം. ഹല്ലേലൂയ, പ്രത്യാശാഭരിതമായ ജീവിതം നൽകണമേ. യേശുവേ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിന്റെ വേഗത്താൽ അവരെ ബലപ്പെടുത്തണമേ കർത്താവേ, ശക്തിപ്പെടുത്തണമേ കർത്താവേ. ആശ്വാസം നൽകാൻ, ചൈതന്യം പകരാൻ പരിശുദ്ധാത്മാവേ നിനാളമാ അവിടുന്നവരിൽ നിറയണമേ. ആശ്വാസം നൽകാൻ, ചൈതന്യം പകരാൻ, അഗ്നിനാളമായി അവിടുന്നവരിൽ നിറയണമേ. ഈശോയെ, ഇന്ന് അനേക കുടുംബങ്ങൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു. ഈ സമയം ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങനെയുള്ള എല്ലാ വ്യക്തികളെയും സമർപ്പിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവർ, കുടുംബത്തിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനോ ചികിത്സാ ചിലവുകൾ കണ്ടെത്താനോ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാനോ പണമില്ലാതെ വിഷമിക്കുന്ന എല്ലാവരുടെ ജീവിത പ്രയാസങ്ങളെ ഇപ്പോൾ ഈശോയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങനെയുള്ള ഓരോ വ്യക്തികളും ഇപ്പോൾ വിശ്വാസത്തോടെ ചേർന്ന് പ്രാർത്ഥിക്കുക. ഈശോയെ, ഞങ്ങളുടെ കുടുംബത്തിൽ പണമില്ലാത്തത് മൂലം വിഷമിക്കുന്ന ഓരോ വ്യക്തികളെയും സമർപ്പിച്ച് അവരുടെ വേദനകൾ ഇപ്പോൾ ഞങ്ങൾ അങ്ങേ പക്കൽ ഉയർത്തുന്നു. കർത്താവെ, സ്വർഗ കവാടങ്ങൾ തുറന്ന് അനുഗ്രഹത്തിന്റെ വാതിലുകൾ അവർക്കായി തുറക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവെ, ഞങ്ങളെക്കുറിച്ച് ശ്രദ്ധയുള്ള അങ്ങയുടെ കരങ്ങളിൽ കർത്താവെ, ഇങ്ങനെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്ന ഈശോ, അനുഗ്രഹിക്കണമേ കർത്താവെ. അവർക്ക് വേണ്ടി പുതിയ വാതിലുകൾ തുറക്കണമേ ഈശോയെ. പുതിയ ജോലികൾ അവർക്കായി ഒരുക്കണമേ. വരുമാന മാർഗങ്ങൾ തുറന്നു കൊടുക്കണമേ ഈശോ. ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റണമേ. നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ആരാധന, ആരാധന, ആരാധന. അങ്ങയുടെ നാമത്തിന്റെ യോഗ്യതയാൽ പ്രാർത്ഥിക്കുന്നു. യേശുവേ, കടബാധ്യതകൾ എടുത്തു മാറ്റണമേ യേശുവേ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. ആരാധന, ആരാധന, ആരാധന. ഇന്ന് അനേക കുടുംബങ്ങൾ സങ്കടപ്പെടുന്നൊരു മേഖലയാണ് തങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഒരു ജീവിത പങ്കാളിയെ കിട്ടാത്തതിൻ്റെ പേരിൽ ഏറെ പ്രായമായിട്ടും അനേക വർഷങ്ങളുടെ അന്വേഷണത്തിലും ഇപ്പോഴും ഒരു ജീവിത പങ്കാളിയെ കിട്ടാതെ വ്യസനിക്കുന്ന ധാരാളം ചെറുപ്പക്കാർ, ധാരാളം മക്കള് നമ്മുടെ ഇടയിലുണ്ട്, നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. നമ്മുടെയൊക്കെ ഇടവുകളിൽ, നമ്മുടെയൊക്കെ അയൽവക്കങ്ങളിലും ഇപ്രകാരമുള്ള ധാരാളം പേരുണ്ട്. അവരൊക്കെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഈ രാത്രി നമ്മൾ ഒരുമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കാരണം പിതാവായ ദൈവം ഉൽപ്പത്തി 2:18 പറഞ്ഞിട്ടില്ലേ, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ തരും. അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ ഈ രാത്രി നമുക്കൊന്ന് അനുസ്മരിപ്പിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ കരങ്ങൾ സാധിക്കുമെങ്കിൽ ഒന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്താം. ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, ധാരാളം മക്കൾ വ്യസനിക്കുകയാണ് കർത്താവേ. ധാരാളം കുടുംബങ്ങളുടെ കണ്ണുനീരിന് കാരണം ഇതാണ് കർത്താവേ. അവരുടെ മക്കൾക്ക് അനുയോജ്യമായ ഒരു പങ്കാളി കിട്ടിയിട്ടില്ലേ ഈശോ. അവർ തളർന്നു പോയി കർത്താവേ. നീ കാണണമേ കർത്താവേ. തടസ്സങ്ങൾ എടുത്തു നീക്കണമേ. യേശു നാമത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. എല്ലാ തടസ്സങ്ങളും നീ നീക്കണമേ. അനാദിയിൽ ദൈവം അവർക്ക് വേണ്ടി കണ്ടെത്തിയ പങ്കാളിമാർ അവരുടെ കുടുംബത്തിലേക്ക് കടന്നു വരട്ടെ കർത്താവേ. യേശു നാമത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവമേ, അങ്ങയുടെ ശക്തി ഈ മേഖലയിൽ വെളിപ്പെടട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശു നാമം ഞങ്ങൾ വിളിക്കുന്നു. യേശുവേ, 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 ഈശോ, 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 യോഹന്നാൻ 14:14 ഈശോ പറഞ്ഞു, എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. പ്രിയ സഹോദരങ്ങളെ, ഇപ്പോൾ നാം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒത്തിരി നിയോഗങ്ങളുണ്ട്.
നമ്മളിപ്പോൾ അനേക പ്രാർത്ഥനാ നിയോഗങ്ങൾ വാട്സപ്പിലൂടെ മെസ്സേജായിട്ട് അയച്ചുകൊണ്ടിരിക്കുന്നു. ആ നിയോഗങ്ങളൊക്കെ ഒന്ന് സമർപ്പിക്കാം. നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ നിയോഗങ്ങളും ഈ സമയം നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ചോദിച്ചാൽ ഈശോ അത് തരും. ഒരുപക്ഷെ വർഷങ്ങളായിട്ടുള്ള ചില പ്രാർത്ഥനാ നിയോഗങ്ങളുണ്ട്. ചില പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ നമ്മൾ പ്രാർത്ഥിച്ച് മടുത്തു പോയിട്ടുണ്ടാകാം. അതൊക്കെ ഒന്ന് കൊടുക്കുക. പ്രിയപ്പെട്ടവരുടെ മാനസാന്തരത്തിന് വേണ്ടി, കുടുംബത്തിൽ ചിലരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. യുവതി യുവാക്കളുടെ ആത്മീയ ഉയർച്ചയ്ക്കും അവരുടെ ഭാവി ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ, ജോലി മേഖലയ്ക്കും വേണ്ടി, വിദേശ രാജ്യങ്ങളിലുള്ള പഠനത്തിനുള്ള അവസരങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അവയൊക്കെ ഒന്ന് ദൈവകരങ്ങളിൽ കൊടുക്കാം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരില്ലേ? സ്ഥലം വിൽപ്പനയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവര്, പുതിയൊരു ഭവനം പണിയാൻ ആഗ്രഹിക്കുന്നവര് എല്ലാം ഒന്ന് ഈശോയുടെ കരങ്ങളിൽ കൊടുക്കുക. നമ്മൾ യേശുവിന്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈ നിയോഗങ്ങളൊക്കെയും അതുപരിയായി നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങളും ഇപ്പോൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് സമർപ്പിക്കുന്നതിന്റെ പ്രതീകമായി ഇരു കരം ഒന്ന് ഉയർത്തി യേശുവിനോട് പറയാം, ഈശോയെ നിന്റെ നാമത്തിൽ ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുക. നിന്റെ നാമത്തിൽ ഈ നിയോഗങ്ങളെ സമർപ്പിക്കുക. ഈശോ, ഈ നാമത്തിന്റെ യോഗ്യതയാൽ എന്റെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ നീ എനിക്കൊരു ഉത്തരം തരണം കർത്താവേ. നീ ഇടപെടണം ഈശോയെ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി ഈശോയെ. ഈശോ, ഈശോ നിന്റെ നാമത്തിൽ എല്ലാ പ്രാർത്ഥനകളുടെ മേലും അങ്ങയുടെ നാമത്തിന്റെ ശക്തി എന്ന് വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു, അനുഗ്രഹമേകണമേ. യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു, അനുഗ്രഹമേകണമേ. യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു, അനുഗ്രഹമേകണമേ. യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു, അനുഗ്രഹമേകണമേ. യേശുവേ, യേശുവേ നീയാണ് എൻ്റെ രക്ഷ. യേശുവേ, യേശുവേ നീയാണ് ദൈവവും. യേശുവേ, യേശുവേ നീയാണ് എൻ്റെ രക്ഷ. യേശുവേ, യേശുവേ നീയാണ് എൻ ദൈവം. നീയാണ് എൻ ദൈവം. ഈ അനുഗ്രഹത്തിൻ്റെ രാത്രിയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുവന്ന നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരവും നമുക്ക് ആശ്വാസമായ വചനവും പ്രാർത്ഥനകളെല്ലാം നൽകി നമ്മളെ ആത്മീയമായിട്ട് പരിപോഷിപ്പിച്ച നല്ല ഈശോയ്ക്ക് ഹൃദയത്തിൽ ഒരിക്കൽ കൂടി നന്ദി പറയാം. പ്രിയമുള്ളവരെ, നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾക്കും 24 മണിക്കൂറും പ്രാർത്ഥിക്കുവാൻ ശാലോം സന്നദ്ധമാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഏത് നിമിഷവും നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. ആ നിയോഗങ്ങൾക്കെല്ലാം വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കുവാൻ ശാലോമിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനാ ടീം സദാ സന്നദ്ധമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, അതുപോലെ തന്നെ ഈ ശുശ്രൂഷയിലൂടെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അത് സാക്ഷ്യപ്പെടുത്തി കർത്താവിനെ മഹത്വപ്പെടുത്തണം. നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ, സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് ഈ വാട്സപ്പ് നമ്പറിലേക്ക് അറിയിക്കാവുന്നതാണെന്ന് സ്നേഹപൂർവ്വം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ സ്നേഹപൂർവ്വം സമർപ്പിക്കാം. അമ്മേ മാതാവേ, അമ്മ തുടർന്നും ഞങ്ങൾ ഉയർത്തിയ സമർപ്പിച്ച പ്രാർത്ഥനകൾക്ക് വേണ്ടി അമ്മ മാധ്യസം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക്
സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. Hallelujah. ഹല്ലേലൂയ.